ദൈവം എവിടെ പോകാൻ പറയുന്നോ അവിടെ നമ്മൾ പോകാൻ നമ്മൾ വില്ലിങ് ആകണം. നമുക്ക് ഒരു വിജയമുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്നവരെ, പ്രശ്നമുഖരിതമായ അനുഭവത്തിലൂടെ സഞ്ചരിക്കുന്നവരെ, വിജയം നിനക്കുള്ളതാ. വിജയം നിന്റെ വകയാണ്. സ്വതം വേദപുസ്തകത്തിലൊരു ഭാഗം നമുക്ക് ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കാം. വിശുദ്ധ യോന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. വിശുദ്ധ യോന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. അതിന് അവൻ അവരോട് ഞാനൊരു എബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ അവരോട് ഞാനൊരു എബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. യോനയുടെ പുസ്തകത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാനൊരു എബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. എബ്രായൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വെള്ളത്തിലൂടെ ഇറങ്ങി കയറി വന്ന വ്യക്തി എന്നുള്ളതാണ്. ഞാൻ വെള്ളത്തിലൂടെ ഇറങ്ങി കയറി വന്ന വ്യക്തി എന്നാണ് എബ്രായൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഞാൻ അത് പോട്ടെ, അത് നമുക്ക് വിടാം. ഞാനൊരു എബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ കടലിനെയും കരയെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുന്ന ഒരു എബ്രായനാണ് എന്ന് യോന തൻ്റെ മുമ്പിൽ കടന്നു വന്ന സകല വ്യക്തികളോടും ധൈര്യത്തോടുകൂടി പറഞ്ഞ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ധൈര്യത്തോടെ പറയുവാൻ കഴിയപ്പെടുമോ? നീ ആര്? നിനക്ക് പറയുവാൻ കഴിയുമോ? ഞാൻ സ്വർഗത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യൻ. പലയിടത്തും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മടിക്കും. പലയിടത്തും പറയാൻ നമുക്ക് ധൈര്യം വരത്തില്ല. പലയിടത്തിലും പറയാൻ കഴിയത്തില്ല. നമ്മുടെ സാഹചര്യങ്ങൾ പലതും അങ്ങനെയാണ്. പലയിടങ്ങളിലും പലയിടത്തും പലതും പറയാൻ കഴിയപ്പെടാണ്ട് പോകുന്ന സിറ്റുവേഷൻ കടന്നു വരും. പക്ഷേ യോന കൃത്യമായിട്ട് പറഞ്ഞു. ഒന്നും പിടിയിട്ടില്ല നിങ്ങൾക്ക്. ഞാൻ പറയാം. ഒരു ദൈവത്തിൻ്റെ ദാസനാണ് യോന. ഒരല്പകാര്യം മതി പെട്ടെന്ന് വയലൻ്റ് ആകുന്ന ഒരു വ്യക്തി. ചെറിയ കാര്യം കണ്ട് ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ദൈവദാസനാണ്, നല്ല പ്രസംഗകനാണ്, നല്ല ദൈവിക ആലോചനകളൊക്കെ പറയുന്ന നല്ലൊരു പ്രവാചകനാണ്. എങ്കിലും സ്വഭാവത്തിനൊരു ശകലം വൈകല്യമുണ്ട്. ഒരല്പം മതി ഇഞ്ചിയടിക്കും, ദേഷ്യം വരും, ദേഷ്യക്കാരനാണ്. അപ്പോൾ ഇന്നും ഈ കൂട്ടത്തിൽ അങ്ങനെയുള്ള ദൈവദാസന്മാർ, അങ്ങനെയുള്ള ദൈവദാസിമാർ, അങ്ങനെയുള്ള വിശ്വാസികൾ, അങ്ങനെയുള്ള വേലക്കാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദൈവസന്നിധിയിലൊന്ന് ആഗ്രഹിക്കണം. യോന ഇച്ചിരി കൂടെ ശരിയാകാനുണ്ടായിരുന്നു. ദൈവം പറഞ്ഞു, നീ നേരെ നിനവയിൽ ചെന്ന് പ്രസംഗിക്കെന്ന് പറഞ്ഞു. ഉടനടി പുള്ളി നിനവയിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്ത് നിന്നപ്പോഴത്തേക്ക് ഒരു ബസ്സും കാണാനില്ല, ഒരു കപ്പലും കാണാനില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിപ്പോൾ നിനവയിലേക്ക് പകരം തർസോസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കപ്പൽ വരുന്നു. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചാൽ പോരെയോ? ഇനി ഇന്നടുത്ത് തന്നെ പോയി പ്രസംഗിക്കണം എന്നുള്ളതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചാടിക്കയറി നേരെ ആ കപ്പലിൽ കയറിയതോടുകൂടി ആ കടൽ മുഴുവനും ഇളകിയാടുവാനായി തുടങ്ങി. ഒരനുസരണക്കേട് ഒരു വ്യക്തി കാണിച്ച ആ നിമിഷം മുതൽ ആ കടലും കപ്പലും എല്ലാം ഇളകിയാടുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. ഒരു ദൂത് വിളിച്ചു പറഞ്ഞു കൊള്ളപ്പെടട്ടെ. നീ ഒരു അനുസരണക്കേട് കാണിക്കുമ്പോൾ നീ ഒരാൾ നിമിത്തം ഒരു കുടുംബം മുഴുവനും ആശങ്കയിലൂടെ കടന്നു പോകും. മനസ്സിലായവർ ഒന്ന് കൈയടിച്ചു ദൈവസന്നിധിയിൽ ഏറ്റെടുക്കുക. ഒരനുസരണയില്ലായ്മ ഒരു കുടുംബത്തെ മുഴുവനും കണ്ണുനീരിലാക്കും. ഒരനുസരണയില്ലാത്തത് ഒരു സ്ഥാപനത്തെ മുഴുവനും ബുദ്ധിമുട്ടിലേക്കാക്കും. ഒരനുസരണ ഇല്ലാതിരിക്കപ്പെടുന്നത് ഒരു തൊഴിൽ മേഖലകളെ മാറ്റും. ഒരനുസരണ ഇല്ലായ്മ ഒരു ക്ലാസ്സിനെ മുഴുവനും ബുദ്ധിമുട്ടാക്കും, ഒരു സ്കൂളിനെ മുഴുവനും ബുദ്ധിമുട്ടിലാക്കും, ഒരു സ്ഥാപനത്തെ മുഴുവനും ബുദ്ധിമുട്ടിലാക്കും, ഒരു ദേശത്തെ മുഴുവനും ബുദ്ധിമുട്ടിലാക്കും. അപ്പോൾ അനുസരണക്കേട് പാടുണ്ടോ?
ദൈവം എവിടെ പോകാൻ പറയുന്നോ അവിടെ നമ്മൾ പോകാൻ നമ്മൾ വില്ലിങ് ആകണം. പക്ഷേ ഇതൊന്നും യോന കാര്യമാക്കിയില്ല. എല്ലാവരും അവരവരുടെ ദൈവത്തോട് നിലവിളിക്കുവാനും അയ്യം വിളിക്കുവാനും തുടങ്ങിയ സമയത്തിൽ നേരെ തൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ, അപ്പോൾ അവിടെ തിരയില്ല, കാറ്റില്ല, ബഹളമില്ല, നിലവിളിയില്ല, ഒന്നുമില്ല, അവൻ സുഖമായി കിടന്ന് ഉറങ്ങി. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഉറങ്ങാൻ കഴിയണമെങ്കിൽ ഒരു ദൈവകൃപ ഒരു വ്യക്തിക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഇന്നും നീ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കിടന്നുറങ്ങുന്ന വ്യക്തി ജീവിതമാണ് എങ്കിൽ മറന്നു പോകരുത്, ഒരു ദൈവകൃപ നിന്റെ മേലുണ്ട്. ഇട്ട് മൂടത്തക്ക കടബാധ്യത നിനക്കുണ്ടെങ്കിലും 4 സൈഡിലും ശത്രുതകളും പ്രശ്നങ്ങൾ നിനക്കുണ്ട് എങ്കിൽ പിടിപ്പത് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇന്ന് നീ സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ടാണ് നീ കപ്പലിൻ്റെ അടിത്തട്ടിലാണ് എങ്കിൽ സുഖമായി കിടന്നുറങ്ങുന്നത്. മനസ്സിലായവർ ഒന്ന് കരമടിച്ചു പറ, യെസ് കർത്താവേ, ഞങ്ങളെ പോറ്റി പുലർത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. സുഖമായിട്ട് ഉറങ്ങുവാൻ ദൈവം സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. സുഖത്തോടെ ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അവർ കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം വാരി പുറത്തേക്കൊക്കെ വലിച്ചെറിഞ്ഞു. കടലിനെ ശാന്തമാക്കാൻ നോക്കിയിട്ടും കപ്പലിനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടും ഒരു വിധത്തിലും ശരിയാകുന്നില്ല. ഒടുവിൽ ക്യാപ്റ്റന് എല്ലാവരും ഉൾപ്പെടെ വന്നിട്ട് എന്തോ ഒരു സമയദോഷമുണ്ട്, എന്തോ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് ഈ കുഴപ്പം കണ്ടുപിടിക്കണം. ഇത് കുഴപ്പം കണ്ടുപിടിക്കാത്തിടത്തോളം കാലം ഇത് ശരിയാകത്തില്ല. ഇവിടെ ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് അല്ല ആവശ്യം, ഇവിടെ ഇപ്പോൾ പുതിയ വായ്പ ലോൺ എടുക്കലല്ല ഇവിടുത്തെ ആവശ്യമെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ കോംപ്രമൈസ് ചെയ്യലല്ല ആവശ്യം, ഇവിടെ ഇപ്പോൾ അവയർനെസ് കൊടുക്കുകയല്ല ആവശ്യം. ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഈ കുഴപ്പത്തെ നമ്മളൊന്ന് കണ്ടുപിടിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് അവരവരുടെ ദൈവത്തോട് എല്ലാവരോടും പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവർ ചീട്ടിട്ടു. ആരുടെ നിമിത്തമാണ് ഈ കപ്പലിൽ ഈ പ്രശ്നം വരാനുള്ള കാരണം? ആരുടെ നിമിത്തമാണ് കടല് ഇങ്ങനെ ഇളകി ആടുവാനുള്ള കാരണമെന്ന് അറിയാൻ വേണ്ടി ചീട്ട് യോനയ്ക്ക് വീണു. അപ്പോൾ യോന ആരാണ്? ഇന്ന ടിക്കറ്റിൽ കയറിയ, ഇന്ന സ്റ്റോപ്പിൽ നിന്ന് കയറിയ ആരാണ്? അവിടെ നോക്കിയപ്പോൾ ആ പുള്ളികളാണ്. അപ്പം പുള്ളി ഇനി കടലിൽ ചാടിയോ എന്നായിരുന്നു. ഇല്ല, നമുക്ക് നോക്കാം. അങ്ങനെ ഓരോ റൂമുകളും നോക്കി വന്നപ്പോൾ കപ്പലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഒരുത്തൻ കിടന്ന് അങ്ങ് വലിക്കുകയാണ്. ഇവിടെ മനുഷ്യന് ഹാർട്ട് അറ്റാക്ക് വരാൻ വേണ്ടി നിൽക്കുന്നു, ഒരുത്തൻ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. നിന്റെ പേരെന്താ? യോന. നീ എന്നെ അവതാരം വാ. നീ ഇവിടെ തരണ്ട, എവിടെ കയറിയ? ഇവിടെ ഇത്രയും ആൾക്കാർ ഇവിടെ കിടന്ന് ജീവന് വേണ്ടിയിട്ട് കിടന്ന് മുറവിളി കൂട്ടി അയ്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇവിടെ കിടന്ന് പറയാം, നീ ഒരു അപൂർവ ജീവി തന്നെയാടാ, നിന്റെ പേരെന്താടാ, നീ ആരടാ, എവിടെ നിന്ന് കയറിയടാ, എന്തടാ എന്നൊക്കെ ചോദിച്ചൊരു വിരട്ടങ്ങോട്ട് വിരട്ടി. അപ്പോൾ യോന പറഞ്ഞ ഒരു സെന്റൻസാണ്. ആദ്യം അവരോട്, ഞാനൊരു എബ്രായൻ, ഞാൻ വെള്ളത്തിലിറങ്ങി കയറി വന്ന കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. ഞാൻ യേശുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ, എന്നെ കടലെടുത്ത് എറിയണമെങ്കിൽ എറിഞ്ഞോ, എന്ത് വന്നാലും ശരി തന്നെയാണ്. എൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എനിക്ക് തരണ്ട, എൻ്റെ സംവരണം നിങ്ങൾ വെട്ടിക്കുറച്ചോ, നിങ്ങൾ എന്നെ സസ്പെൻഡ് ചെയ്തോ, നിങ്ങൾ എന്നെ ബന്ധുക്കളുടെ കല്യാണത്തിന് വിളിക്കേണ്ട, മരണം അറിയിക്കേണ്ട, എന്തൊക്കെ പ്രശ്നം വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെ ഭജിച്ചു വരുന്നവനാണ്. 2 കരങ്ങളെ അടിച്ചെന്ന് പകൽ സമയത്തിലൊന്ന് സമ്മതിക്കാമോ? ചിലയിടങ്ങളിൽ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആമേൽ പൈതലാണ്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണ്. സ്വന്തക്കാരെന്ത് പറയട്ടെ, ബന്ധുക്കൾ എന്ത് പറയട്ടെ, മിത്രാദികൾ എന്ത് പറയട്ടെ, ഈ കപ്പലിലുള്ളവർ എന്ത് പറയട്ടെ, എന്നോട് എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ, എന്നാലും കുഴപ്പമില്ല. ഞാൻ പറയും, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണ്. എവിടെയൊക്കെ ചമ്മലുള്ളവര്, എവിടെയൊക്കെ ഒളിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നവര്, ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ദൈവസഭയെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, നീ ദൈവത്തിന്റെ പൈതലാ. ഒരു ദൈവമകനെന്ന്, ഒരു ദൈവ പൈതലെന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് കുറച്ച് അഭിമാനം ഉണ്ടാകുക എന്നുള്ളതായിരിക്കാം ഇന്നത്തെ ഈ സന്ദേശം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏത് മേഖലയുടെ മധ്യത്തിൽ നമുക്കത് പറയുവാൻ കഴിയണം. പൗലൂസിൻ്റെ പരിശുശ്രൂഷ സമയങ്ങളിൽ 2 കരങ്ങളും ചങ്ങല കൊണ്ട് ബന്ധിച്ചതിന് ശേഷം, കാലുകൾ ആമത്തിലിട്ട് പൂട്ടിയതിന് ശേഷം അവനെ കൊണ്ടുവന്ന് പ്രസംഗിക്കാൻ നിർത്തി.
കാരണം ഇവൻ വലിയ കുറ്റവാളി എന്നുള്ള അർത്ഥത്തിൽ അഗ്രിപ്പ രാജാവ് കൊണ്ടുവന്ന് ഇവൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്, കാരണം വലിയ കലാകാരനാണല്ലോ, അതുകൊണ്ട് ഇവൻ്റെ പ്രസംഗ വൈഭവി ഒന്ന് കേൾക്കാം. ഇവൻ പക്ഷേ രാജ്യത്തിന് അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചാണ് ഇവൻ പ്രസംഗിക്കുന്നത്, എങ്കിലൊന്ന് കേൾക്കാം എന്ന് പറഞ്ഞ് പൊതുസഭയുടെ മധ്യത്തിൽ കൊണ്ടുവന്നിട്ട് കാമി ചങ്ങലക്കിട്ടിട്ട് അവനെ കൊണ്ടുവന്ന് പ്രസംഗിക്കടാന്ന് പറഞ്ഞു. അവൻ പ്രസംഗിച്ചു. ആമീൻ. നസ്രത്തുകാരനായിരിക്കുന്ന യേശുവിനെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, അവനെ പ്രസംഗിക്കണം. അഗ്രിപ്പ രാജാവേ, നീയും മാനസാന്തരപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ഭക്തന്റെ ധൈര്യം. രാജാവ് ശിക്ഷിക്കാൻ കഴുത്താമെ തലവെട്ടാൻ അധികാരമുള്ള രാജാവിനെ നോക്കി വെച്ച് പറഞ്ഞു, നീ മാനസാന്തരപ്പെടണം. രാജാവ് പ്രസംഗത്തിൻ്റെ മധ്യത്തിലേക്ക് പതറിയിട്ട് ഉരുണ്ട് കളിച്ചുവെങ്കിലും പൗലോസ് അവിടെ അധൈര്യപ്പെട്ടില്ല. ധൈര്യത്തോടെ പറഞ്ഞു, ഞാനൊരു എബ്രായനാണ്, ഞാൻ യേശുവിനെ ആരാധിക്കുന്ന ആമേൻ വ്യക്തിയാണെന്നുള്ള അർത്ഥത്തിലേക്ക് അവൻ വ്യക്തമായിട്ട് അവിടെ വിളിച്ചു പറഞ്ഞതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ചില മേഖലകളിൽ, ചില മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒളിച്ചിരിക്കേണ്ടവരല്ല. ദൈവം നമ്മളോട് ചിലത് ചെയ്യാൻ പറയുന്ന സമയത്തിൽ നമുക്കത് ചെയ്യുവാനായിട്ട് കഴിയപ്പെടണമെങ്കിൽ അതൊരു അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള അനുഭവമാണെന്നുള്ളതിന് സംശയമേയില്ല. എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സമയത്തിൽ എസ്തേറുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കവിടെ 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം എഴുതിയിരിക്കുന്നു. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 13-ന്റെ ഏറ്റവും ഒടുവിലത്തെ അല്ലെങ്കിൽ 13 മുതലുള്ള ഭാഗങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ ശേരസിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ ശേരസും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റു പോകുകയേ ഉള്ളൂ എന്ന് പറഞ്ഞോ. യഹൂദ വംശക്കാരനായിരിക്കുന്നുവെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, നീ തോറ്റുപോകും. ഹമാസിൻ്റെ ആൾക്കാർ കേൾക്കെ ഹാമാനോട് സ്വത്രം ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുകയാണ്. ഹാമാൻ ആരാണ്? ഹമാസ് ആരാണ്? ഹമാസ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം, പക്ഷെ ഹാമാനെ കുറിച്ച് ആർക്കും അറിയത്തേയില്ല. ആമേൻ. ഹാമാനെ കുറിച്ച് നോക്കുന്ന സമയത്തിൽ അന്ന് യഹൂദന്മാരെ മുഴുവനും കൊന്നൊടുക്കുവാൻ വേണ്ടിയിട്ട് അഹശ്വേരോശ് രാജാവിൽ നിന്ന് അധികാരപത്രവും മേടിച്ചു കൊണ്ടുവന്ന മൊർദെഖായി എന്ന് പറഞ്ഞ പാവപ്പെട്ട ഒരു ഭക്തൻ സ്തോത്രം ഇവൻ കടന്നു പോകുന്ന സമയത്തിലേക്ക് ഇവനെ അംഗീകരിച്ചില്ല എന്ന ഒറ്റ കാരണ നിമിത്തം ഇവനെ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് രഹസ്യമായിട്ടൊരു തൂക്കുമരം കൊണ്ട് വെച്ചതിന് ശേഷം സ്തോത്രം രാജാവിൻ്റെ അധികാരപത്രം വെച്ച് തൂക്കിലിടുന്നതിന് തൊട്ട് മുൻപ് ഹാമാന്റെ ഭാര്യ സ്വന്തം കിടപ്പ് മുറിക്ക് തിരുന്നുണ്ട് പറയുന്നൊരു സെന്റൻസ് ആണ്, ഭർത്താവേ അഥവാ ഹാമാനെ, അവൻ യഹൂദനാണ്, അവൻ്റെ മുമ്പിൽ നിങ്ങൾ ജയിക്കത്തില്ല. രാജാവ് നിന്റെ കൈപ്പിടിയിലായിരിക്കപ്പെടാം, ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവനും നിന്റെ കരങ്ങളിലേക്ക് ആയിരിക്കപ്പെടാം, നിനക്ക് ആൾബലം ഉണ്ടായിരിക്കാം, അവനെ തൂക്കിലിടാനുള്ള ആൾക്കാരുണ്ട്, തൂക്കുമരവുമുണ്ട്. പക്ഷേ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, അവൻ യഹൂദനായിരിക്കുന്നിടത്തോളം കാല അവനെ നീ ജയിക്കത്തില്ല, അവനെ ജയിക്കത്തേ ഉള്ളൂ. ദൈവത്തിൻ്റെ പൈതലിനെ നോക്കിയിട്ട് ഹമാസിന്റെ ആൾക്കാർ പറയുന്നു, അവൻ യഹൂദനായിരിക്കുന്നിടത്തോളം കാലം അവനെ നിനക്ക് ജയിക്കുവാനായിട്ട് കഴിയപ്പെടത്തില്ല, നീ തന്നെ തോറ്റു പിന്നമ്പാറ്, നീ തന്നെ തോറ്റു പുറകിലേക്ക് പോക. കാരണം അവന്റെ ബ്ലഡിനകത്ത് ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നിന്റെ കയ്യടിയിലൂടെ, നിന്റെ ആരാധനയിലൂടെ, നിന്റെ സ്തുതിയിലൂടെ, നിന്റെ സ്തോത്രത്തിലൂടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു അഭിഷേകം വ്യാപരിക്കുന്നുവെങ്കിൽ ശത്രുവിനെ നോക്കിയിട്ടെന്ന് പറയാൻ കഴിയണം, ഞാനൊരു ദൈവ പൈതലായിരിക്കുന്നിടത്തോളം കാലം നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. തോറ്റുപോകുമെന്ന് ചിന്തിക്കുന്നവരാണോ? തോൽവിയുടെ വക്കിൽ നിൽക്കുന്നവരാണോ? പരാജയത്തെ ഏറ്റുവാങ്ങുവാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണോ? നിന്റെ സാമ്പത്തിക സ്ഥിതി നിമിത്തം, നിന്റെ ആൾബലം നിമിത്തം, നിന്റെ കഴിവുകൾ നിമിത്തം നീ തോറ്റുക തന്നെ ചെയ്യുമെന്ന് സകല പേരും നിന്നെ കുറിച്ച് നീ തോറ്റുപോകും എന്ന് പറഞ്ഞുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ യഹൂദനായിരിക്കുന്നിടത്തോളം കാലം, നീ ദൈവ പൈതലായിരിക്കുന്നിടത്തോളം കാലം നീ തോൽക്കത്തില്ല, നീ ജയിക്കുക തന്നെ ചെയ്യും.
വിജയത്തിന്റെ രഹസ്യം നിന്റെ മേലുള്ള അഭിഷേകമാണ്. വിജയത്തിന്റെ രഹസ്യം നിന്റെ മേലുള്ള ആരാധനയാണ്. വിജയത്തിന്റെ രഹസ്യം നിന്റെ മേലുള്ള ദൈവവുമായുള്ള ബന്ധമാണ്. നിന്റെ സാമ്പത്തികമല്ല നിന്നെ ജയിപ്പിക്കുന്നത്, നിന്റെ കഴിവുകളല്ല നിന്നെ ജയിപ്പിക്കുന്നത്, നിന്റെ ബന്ധങ്ങളും സ്വന്തങ്ങളും അധികാരങ്ങളും അല്ല നിങ്ങളെ ജയിപ്പിക്കുന്നത്. നിങ്ങളെ വിജയിപ്പിക്കുന്നത് നിങ്ങളിൽ വ്യാപരിക്കപ്പെടുന്ന അബ്രഹാമിന്റെ സന്തതിയുടെ മേൽ വരുന്ന അനുഗ്രഹം. നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുമെന്നുള്ള ദൈവിക വാഗ്ദത്വം അത്രേ നിന്നെ അനുഗ്രഹിക്കുന്നത്. ജന്മനാ തന്നെ ദൈവജനത്തിൻ്റെ മേൽ ഒരു വിജയഗാഥയുണ്ട്. അബ്രഹാം അവൻ്റെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് നോക്കുന്ന സമയത്തിൽ, അല്ലെങ്കിൽ തേരഹിനെ കുറിച്ചൊക്കെ നോക്കുന്ന സമയത്തിൽ, ആ തേരഹ് അതെ വിഗ്രഹങ്ങളെ ആരാധിച്ച്, ഊമവിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നു. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 2-ാമത്തെ വാക്യം. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞു തന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും നാഹോരിൻ്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോകുന്നു. അന്ന് അബ്രഹാമിൻ്റെ അപ്പൻ്റെ ജോലി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഗ്രഹങ്ങളെ ആരാധിച്ച് അന്യ ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവം അബ്രഹാമിനെ വിളിച്ചിറങ്ങി, നിനക്കിനി വിഗ്രഹാരാധന വേണ്ട, നിനക്കിനി അന്യ ദൈവങ്ങളെ നീ സേവിക്കരുത്, നീ ഇനി ദൈവമല്ലാത്തതിനെ നീ പിന്തുടരരുത് എന്ന് പറഞ്ഞ് അവനെ വിളിച്ച് വേർതിരിച്ച് ഇറങ്ങിയതോടുകൂടി അബ്രഹാമിൻ്റെ അനുഗ്രഹം അടുത്ത് ഇസഹാക്കിലേക്ക് വന്നു. ഇസഹാക്കിൻ്റെ അനുഗ്രഹം യാക്കോബിലേക്ക് കടന്നു വന്നു. യാക്കോബിൻ്റെ അനുഗ്രഹം നമ്മുടെ ഗോത്ര പിതാക്കന്മാരിലേക്ക് കടന്നു വന്നു. അതൊടുവിൽ ഒരു ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന ഒരു ജാതിയായിട്ട് തീർന്നു. എങ്കിൽ ആ വംശപാരമ്പര്യത്തിൽ അബ്രഹാമിൻ്റെ സന്തതി എന്ന് അവകാശം പറയത്തക്ക വിധത്തിൽ ജാതീയത്വത്തിൽ നിന്ന് സ്വർഗീയ അനുഭവത്തിലേക്ക് ഒരു വ്യക്തിക്ക് വരുവുള്ള സ്വാതന്ത്ര്യത്തെ തന്നുകൊണ്ട് നസ്രത്തുകാരനായിരിക്കുന്ന യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നതോടുകൂടി തന്നെ നിന്റെ രക്തത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കും. നിന്നെ പരാജയത്തിലേക്ക് കൊണ്ടുപോകാതെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിത്വത്തിലേക്ക് ഈ രക്തം നിന്നെ നടത്തും. വല്ലതും മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ഒരു കാലഘട്ടത്തിൽ വിഗ്രഹങ്ങളെ ആരാധിച്ച തേരഹിന്റെ മകനായിരിക്കുന്ന അബ്രഹാമിന് വിളിച്ചു വേർതിരിച്ച് ദൈവം അധികാരം കൊടുത്തതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ദൈവത്തെ അറിയാത്തവരായിരുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു, നിങ്ങൾ യേശുവിനെ മുറുകെ പിടിച്ചിരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളെ ശത്രുവിന് തോൽപ്പിക്കാൻ കഴിയത്തില്ല എന്ന് നീ ജയിക്കും. നീ ജയിക്കും. കഷ്ടതയുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്, രോഗമുണ്ട്, പ്രശ്നമുണ്ട്, പക്ഷെ വിജയം ദൈവസഭയ്ക്ക് തന്നെയായിരിക്കുക, ദൈവജനത്തിന് തന്നെയായിരിക്കുക. ദൈവജനം തന്നെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇവിടെ വലിയൊരു യുദ്ധം നടന്നതിൻ്റെതായിട്ടുള്ള സാക്ഷ്യമാണ് ഇവിടെ കേട്ടത്. പൈശാചിക സൈന്യങ്ങൾ മുഴുവനും ഒരു സഹോദരിയുടെ ജീവന് വേണ്ടിയിട്ട് അവകാശം പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്തത് ആത്മീക ആരാധനാ ബന്ധമുള്ള സ്ഥലത്തിൽ നിന്ന് കുറെ വിദൂരത്തിലേക്ക് അവരെ കൊണ്ടുപോയി. എന്താ വിചാരിച്ചു? വിദൂരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രൈസ് ദ ലോർഡ്, ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. മിഷൻ ചെടിക്ക് പോകുമ്പോൾ ബോർഡർ എത്തുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന തുടങ്ങും. സ്തോത്രം. ഒന്നുവെച്ചാൽ ഈ സ്റ്റേറ്റ് വിടുമ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. കാരണം പിശാചിൻ്റെ ആക്രമണ ശൈലി എപ്പോഴും അങ്ങനെയാണ്. ആദ്യം ഒറ്റപ്പെടുത്തുമല്ല, കൂട്ടം തെറ്റിക്കും. ഇവിടെയൊക്കെ നമ്മളെല്ലാവരും ഒറ്റ കൂട്ടാത്തി നിൽക്കുകയല്ലേ. സ്തോത്രം. ഇവിടെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങളെല്ലാവരും ഇവിടെ അണിചേരും. എന്നിട്ട് നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തി സ്തോത്രം ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കണ്ടറിയാം. പാസ്റ്റർ ഉള്ളപ്പം വരും. പാസ്റ്റർ ശകലം അടിപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമോ? കണ്ടറിയാം. എങ്കിലും വരും അല്ലേ. നമുക്കൊരു ബലമുണ്ട്, നമുക്കൊരു കൂട്ടായ്മയുണ്ട്. ഞാൻ എബിശാലോമിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും, നമ്മൾ മറ്റുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ പോലെ അല്ല. ദൈവം നമുക്ക് വലിയ ഭാഗ്യമാണ് തന്നിരിക്കുന്നത്. നമുക്ക് ദൈവം ഒരു ഫെലോഷിപ്പ് തന്നിട്ടുണ്ട്. നമ്മൾ ഗസ്റ്റ് പ്രീച്ചേഴ്സ് അല്ല. നമ്മൾ ഓരോ കൂട്ടായ്മകളിൽ ഓടി നടന്ന് പ്രസംഗിക്കത്തക്ക വിധത്തിലുള്ള ശുശ്രൂഷയല്ല. പ്രൈസ് ദ ലോർഡ്.
ദൈവം നമുക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല, രണ്ടുപേരും ഇവിടെ നിന്നാൽ പറ്റത്തില്ല. ഒരാൾ ദൈവം പുറത്തുകൂടെ ഇങ്ങനെ ഓട്ടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ ഇവിടെ നിന്ന് ചെയ്യും. അതൊക്കെ ആകും. പക്ഷേ എങ്കിലും ഒന്നുണ്ട്, സ്തോത്രം, പരസ്പരം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ദൈവം നമുക്കൊരു ബലം തന്നിട്ടുണ്ട്, ഒരു ശക്തി തന്നിട്ടുണ്ട്, ഒരു നിലനിൽപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സൈത്താൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മൾ വിദൂരത്തിലേക്ക് കൊണ്ടുപോകും, ദൂരത്തിലേക്ക് കൊണ്ടുപോകാം. പെട്ടെന്ന് ആരും വന്ന് ഹല്ലേലൂയ ഇടിവിൽ നിൽക്കാതിരിക്കാൻ, പെട്ടെന്ന് ആരെങ്കിലും വന്ന് അതെ മധ്യസ്ഥ വഹിക്കാതിരിക്കാൻ വേണ്ടി ശത്രു കൂട്ടം തെറ്റിക്കും. കൂട്ടം തെറ്റിച്ചിട്ട് അമ്മേൻ്റെ ദൂത് ഞാൻ പറഞ്ഞു കൊള്ളപ്പെടട്ടെ, നീ കൂട്ടം തെറ്റുന്നതിൻ്റെ വക്കീലാണോ നിൽക്കുന്നത്? മറന്നു പോകരുത്. പിശാചിന് ചില പദ്ധതികളുണ്ട്. അവൻ അടിക്കണമെങ്കിൽ നിന്നെ കൂട്ടത്തിൽ നിന്ന് ഇറക്കിയാലേ പറ്റത്തേ ഉള്ളൂ. കൂട്ടം തെറ്റിക്കുമ്പോൾ മനസ്സിലാക്കണം, അടി ഉറപ്പാണ്. പിശാച് നിന്റെ ആരാധനയിൽ വൈമനസ്യം തുടങ്ങി, നീ പിന്മാറ്റക്കാരനായിട്ട് തുടങ്ങുന്ന സമയത്തിലേക്ക്, കൂട്ടായ്മ ബന്ധത്തിൽ നിനക്ക് താല്പര്യമില്ലാതെ തുടങ്ങുന്ന സമയത്തിൽ അവനിരുന്ന ചെറുപ്പുകളെ നോക്കിയിട്ട് മോങ്ങാനിരുന്ന നരിയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറയും പോലെ തന്നെ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി ഇന്ന് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കാൻ എന്താ ഒരു കാരണം? എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞ് പാസ്റ്റർ അടുത്ത് പറഞ്ഞു നിൽക്കാം, വീട്ടുകാരടുത്ത് പറഞ്ഞു നിൽക്കാം, വേണ്ടപ്പെട്ടവരോട് പറഞ്ഞാൽ, വിശ്വാസികളോട് പറഞ്ഞു, പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് വരാത്തത് കേട്ടാ എന്ന് പറയാൻ വേണ്ടി ഒരു സബ്ജക്റ്റിന് വേണ്ടി നീ ആഗ്രഹിച്ച് പിശാച് ഒരു സബ്ജക്റ്റ് കൊണ്ടിട്ടപ്പോൾ അതിന്റെ മധ്യത്തിലേക്ക് നിന്റെ കൂട്ടായ്മ ബന്ധത്തെ നീ ഉപേക്ഷിച്ച് കൂട്ടം തെറ്റാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മറക്കരുത്, അവന്റെ ഒരു അജണ്ടയാണ് നിന്നെ തകർക്കാൻ വേണ്ടിയിട്ട്, നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്, നിന്നെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട്, നിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശത്രു ശ്രമിക്കുന്ന വലിയൊരു സൂത്രമാണ്. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. നീ യഹൂദനാണെങ്കിൽ നീ തോൽക്കുകയില്ല, നീ ജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളത്. യോന പറഞ്ഞു, ഞാൻ കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെ ഭജിച്ചു വരുന്നവനാകൊണ്ട് ഈ കടലിനെ എനിക്ക് പേടിയില്ല, ഈ കപ്പലിനെ എനിക്ക് പേടിയില്ല, ഈ കാറ്റിനെ എനിക്ക് പേടിയില്ല, നിങ്ങളുടെ അധികാരത്തെ എനിക്ക് പേടിയില്ല, നിങ്ങളടുത്ത് തന്നെ വെള്ളത്തിലിടെ കുഴപ്പമില്ല, ഞാൻ ദൈവത്തിൻ്റെ ആളാ. അപ്പോ നമ്മെ കൂട്ടം തെറ്റിച്ചവൻ കൊണ്ടുപോകുന്നു എങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എങ്കിൽ നമുക്ക് ഒരു വിജയമുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്നവരെ, പ്രശ്നമുഖരിതമായ അനുഭവത്തിലൂടെ സഞ്ചരിക്കുന്നവരെ, വിജയം നിനക്കുള്ളതാ, വിജയം നിന്റെ വകയാണ്. സ്വതം. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതി തലമുറകൾക്കെല്ലാം ഈ ഒരു അനുഗ്രഹവും നന്മയും ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു അനുഭവമാണ്. കാരണം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവിടെ ഒരു യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൽ നടുവിൽ നിന്നു അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാരെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നത് മുൾപ്പടർപ്പിൻ്റെ ബന്ധുവ. ഇവിടെ ഇസ്രായേലിൻ്റെ ഒരു ജൈത്രയാത്ര, ഇസ്രായേലിൻ്റെ ഒരു പാലായനത്തിൻ്റെ തുടക്കമാണ്. എവിടെയാണ് ഇവർ മുളച്ചത്? തീയിലാണ് മുളച്ചത്. ഇവരുടെ മുളവ് ദൈവ പൈതലിനെ എവിടെന്നാ ദൈവം മുളപ്പിച്ചത്? തീയിലൂടെ നടത്തിവിട്ടിട്ട്, അഗ്നിജ്വാലയിലൂടെ നടത്തിവിട്ടിട്ട് മുളപ്പിച്ച ഒന്നിനെ വെയിലത്ത് നീ വാടിപ്പോകാതെ ഇരിക്കുന്നതിന്റെ പിന്നിലുണ്ട് തീയുടെ അനുഭവങ്ങൾ അനേകം നിനക്ക് സംഭവിച്ചു. തീയുടെ അനുഭവങ്ങൾ അനേകം നിന്റെ മേൽ കടന്നു വന്നിരിക്കപ്പെടുമ്പോഴും ആ തീയുടേതായിട്ടുള്ള അനുഭവത്തിൽ വീണു പോകാതെ, വെന്തു പോകാതെ നിന്നെ നിർത്തിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ, ദൈവം, നീ ഒരു യഹൂദനായിരിക്കുന്നിടത്തോളം കാലം അവർ നിന്നെ തോൽപ്പിച്ച് കളയുമെന്ന്. യഹൂദന്മാരുടെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊക്കെ നമ്മളൊന്ന് ഓടിപ്പോകുന്ന സമയത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയപ്പെടുന്ന AD 70 കാലഘട്ടങ്ങളിൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യമില്ലാതെ അത് ഛന്നാഭിന്നമായി, തീത്തോസ് 2-ാമൻ്റെ കാലഘട്ടത്തിൽ അത് മുഴുവനും ഛന്നാഭിന്നമായി തുടങ്ങി. ലോകരാജ്യങ്ങളുടെ പല കോണുകളിലും യഹൂദന്മാർ 10 പേരും 20 പേരും 50 പേരും 100 പേരും ഒക്കെ ആയിട്ട് കുടിയേറിപ്പാത്ത് സ്വന്തമായിട്ട് കിടപ്പാടമില്ലാതെയായി, വീടുകളിലായി. കൊച്ചിയിൽ കുറേ പേര് വന്നു, മട്ടാഞ്ചേരിയിൽ കുറേ പേര് കടന്നു വന്നു, മാളയിൽ കുറേ പേര് കടന്നു വന്നു. അങ്ങനെ പല കേരളത്തിലുൾപ്പെടെയുള്ള മാഹിയിൽ കുറേ പേര് കടന്നു വന്നു. സ്തോത്രം. ഇന്ത്യയുടെ പല ഭാഗത്തിലും പല വ്യക്തികളും കടന്നു വന്നു. ആ ഭാഗങ്ങളെല്ലാം നോക്കി. ഇന്ന് തന്നെ ഉദാഹരണത്തിന് പറയാം, കൊച്ചി ഇന്ന് വാണിജ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ മുൻപിൽ നിൽക്കുന്നുവെങ്കിൽ AD 70 കാലഘട്ടത്തിൽ രാജ്യം നഷ്ടപ്പെട്ട യഹൂദന്മാർ അവിടെ കടന്നു വന്ന് കച്ചവടം ആരംഭിച്ചു. ഇന്നും നിങ്ങൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ആ ഹിസ്റ്ററികളും കാര്യാദികളും മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടാം. വാണിജ്യ മേഖല അവരെവിടെയൊക്കെ ചെന്ന് കാല് ചവിട്ടിയോ അവിടെയെല്ലാം വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ രൂപപ്പെട്ടു, അവിടെയെല്ലാം വലിയ കണ്ടുപിടുത്തങ്ങൾ കടന്നു വന്നു എന്നുള്ളത്. പക്ഷേ അവർ വിട്ടുകളഞ്ഞതേ ഇല്ല. യഹൂദനാണോ നീ തോൽക്കുകയില്ല. ഈ ഒരു ദൈവത്തിൻ്റെ
വാഗ്ദത്തം കിടക്കുന്നിടത്തോളം കാലം തന്നെ അവർ പല രാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ദുഷ്ടഭരണാധികാരി ഞങ്ങളെ ചിന്ന ഭിന്നമാക്കി കളഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണമല്ലോ. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്ന് നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് 1948 കാലഘട്ടങ്ങളിലും 1967 കാലഘട്ടങ്ങളിൽ നടന്ന അറബ് യുദ്ധത്തോടുകൂടി തന്നെ ഇസ്രായേൽ സ്വന്തം രാജ്യത്തെ തിരിച്ചു പിടിച്ച് ഇന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കപ്പെടത്തക്കതായിട്ടുള്ള വലിയ വാർത്തകൾ നിറഞ്ഞു നിൽക്കപ്പെടുന്ന ഇറാൻ, സ്വത്രം ഇസ്രായേൽ യുദ്ധ പരമ്പരകളെ കുറിച്ച് ഇന്നും ഇന്നലെയും മെനിങ്ങാന്നും ഒക്കെ കേട്ടുകൊണ്ടിരുന്ന വ്യക്തിത്വങ്ങൾ പറയത്തക്ക ഇസ്രായേൽ എന്ന രാജ്യം പുനഃസ്ഥാപനത്തിലേക്ക് കടന്നു വന്നു. ദൈവസഭയുടെ ഒരു വാഗ്ദത്വമുണ്ട്, നീ തോൽക്കത്തില്ല, നീ ജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇസ്രായേൽ ഒരു രാജ്യമായി രൂപപ്പെട്ടു. സ്തോത്രം. അതൊരു രാജ്യമായി വന്നു. അപ്പോൾ രാജ്യം എന്നൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ത്യയെ പോലെ, പാകിസ്ഥാനെ പോലെ, ചൈനയെ പോലെ, അമേരിക്കയെ പോലെ ഒരു വലിയ സംഭവം ഇല്ല. കേരളത്തിൻ്റെ അത്രയുണ്ടോ എന്ന് കൂടുതൽ പഠിച്ചിട്ട് പറയാം. കേരളത്തിനേക്കാളും വലിപ്പമില്ല. സ്തോത്രം. ഈ ഒറ്റ രാജ്യമാണെന്ന് ലോകരാജ്യത്തിൽ ഏറ്റവും വലിയ സംസാര വിഷയമായി നിന്നത്. തീവ്രവാദി സംഘടനകൾ 4 സൈഡിൽ നിന്നും ഇവരെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സകല തന്ത്രങ്ങൾ. ഞാൻ ഇസ്രായേലിനെ അനുകൂലിച്ച് പ്രസംഗിക്കാൻ, യേശുവിനെ ക്രൂശിച്ച ആൾക്കാരാണ് അവർ. എങ്കിലും ഒരു പാരമ്പര്യമുണ്ട്. ഒരുവൻ ഞാൻ ദൈവത്തിൻ്റെ പൈതലെന്ന് ധൈര്യത്തോടെ പറഞ്ഞതിൻ്റെ പിന്നിലെ ചില അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു എന്നുള്ളത് മാത്രം. ആമേൻ. സ്തോത്രം. ആകയാൽ ആ ചെറിയ രാജ്യത്തെ നശിപ്പിക്കുവാൻ പല രാജ്യങ്ങളും തീവ്രവാദിത്വത്തെ പ്രോത്സാഹിപ്പിച്ചു. അവർക്ക് ആവശ്യമുള്ള സാമ്പത്തിക മേഖലകൾ മുഴുവനും കൊടുത്തു. പക്ഷേ ഇസ്രായേലിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് കാണുന്ന വൈദ്യുതി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ചത് അവരാ. ഇന്നത്തെ ഏറ്റവും വലിയ വാണിജ്യ ശൃംഖലകളുടെ പിന്നാമ്പുറത്തിലുള്ള ബുദ്ധിശാലികൾ അവരായിരിക്കപ്പെടുകയാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പിന്നാമ്പുറത്ത് നിൽക്കപ്പെടുന്നത് ഇസ്രായേൽ തന്നെയായിരിക്കപ്പെടുകയാണ്. എല്ലാം മാത്രമല്ല, നോബൽ സമ്മാനത്തെ കുറിച്ച് നോക്കുന്ന സമയത്ത് 20% നോബൽ സമ്മാനവും ഇസ്രായേലുകാരാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ബുദ്ധി, അവരുടെ അറിവ് എവിടെ നിന്ന് വന്നു? അവനൊരു യഹൂദനാണെങ്കിൽ നീ അവനെ തോൽപ്പിക്കത്തില്ല, അവൻ ജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ള എസ്തേറിന്റെ പുസ്തകത്തിനകത്ത് ഒരു ഭാഗം കിടപ്പുണ്ട്. ജയിക്കത്തില്ല, ഹമാസ് ജയിക്കത്തില്ല, ഹാമാൻ ജയിക്കത്തില്ല, ഈ യഹൂദൻ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാ തീവ്രവാദികളും ഒരുമിച്ച് നിന്നു. ഈ അടുത്ത കാലത്തിൽ നിങ്ങൾ പേജർ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് എല്ലാവരും കണ്ടു. നിങ്ങൾ വായിച്ചു. എന്നെക്കാളും കൂടുതൽ പത്രവുമായിട്ട് ബന്ധമുള്ളവർ നിങ്ങളാകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചറിയാം. എന്തായിരുന്നു? തീവ്രവാദികൾ അവർ ഫോൺ ഉപയോഗിച്ച് സംസാരിച്ചപ്പോൾ ഇസ്രായേൽ അതിനെ ചോർത്തി. എന്നെ അടുത്ത പരിപാടി എന്നുള്ളത് ഇവർ വീട്ടിനകത്തിരുന്ന് ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത്, മക്കളും മാതാപിതാക്കളും സംസാരിക്കുന്ന മാത്രമല്ല, അതിലുപരിയായിട്ട് ഈ സംഘടനകൾ ഇസ്രായേലിനെതിരായിട്ട് സംസാരിക്കുന്ന സകലവും അവൻ ചോർത്തി. ഇത് മനസ്സിലാക്കിയ ഭീകരവാദികൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഫോൺ ഉപയോഗിക്കുന്ന പരിപാടി നമുക്ക് കുറച്ച് 10-20 വർഷം പുറകിലേക്ക് പോകാം. പേജറും വാക്കി ടോക്കിയിലോട്ട് നമുക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ഒരു കാലഘട്ടത്തിൽ ഫോണിന് തൊട്ട് മുമ്പ് പേജറും വാക്കി ടോക്കിയൊക്കെ ആയിരുന്നല്ലോ കണ്ടുപിടുത്തം. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവരത് ഉപയോഗിച്ചു. അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയങ്ങൾ. അത് ഒരിക്കലും ഇസ്രായേലിന് ആ സിഗ്നലിന് ചോർത്താൻ പറ്റത്തില്ല. അത് നമ്മുടെ ഇട്ടാവട്ടത്തിനകത്ത് മാത്രം നിൽക്കും. ഫോൺ ചോർത്തണമെങ്കിൽ ചോർത്തിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ ചോർത്താൻ സമ്മതിക്കത്തേ ഇല്ല. എന്താ ഇസ്രായേലിൻ്റെ ബുദ്ധി എന്താന്ന് ചെയ്തെന്നറിയാവോ? പേജർ കമ്പനിക്കാരനെയും വാക്കി ടോക്കി കമ്പനിക്കാരനെയും ഒരു സാധാരണ ബിസിനസ്സുകാരൻ്റെ രൂപത്തിൽ കടന്നു ചെന്നതിന് ശേഷം അവർ പ്രതീക്ഷിച്ചതിനേക്കാളും 10 ഇരട്ടി ഓഹരി കൊടുത്ത്, വില കൊടുത്ത് ആ കമ്പനിയെ മൊത്തത്തിലൂടെ മേടിച്ചപ്പോഴത്തേക്ക് പത്രങ്ങളൊന്നും അതറിഞ്ഞില്ല. പൈസ കൊടുത്ത് മുഴുവനും മേടിച്ചു. ഈ വാക്കി ടോക്കി ഏത് ബ്രാൻഡിൽ ഇറങ്ങിക്കൊണ്ടിരുന്നോ അതേ ബ്രാൻഡിൽ, പേജർ ഏത് രൂപത്തിൽ ഇറങ്ങിക്കൊണ്ടിരുന്നോ അതേ ബ്രാൻഡിൽ തന്നെ അവരിറക്കി. പക്ഷേ അതിൻ്റെ ഓണർ ആരാന്ന് ചോദിച്ചാൽ ഇസ്രായേലിലെ ബുദ്ധിമാന്മാർ എല്ലാ വാക്കി ടോക്കിക്കകത്തും എല്ലാ പേജറിനകത്തും ഒരു ചെറിയ ബോംബ് വെച്ചു. സ്വത്രം സെയിൽ ചെയ്തു. ഇതൊന്നും പൊളിച്ച് ആർക്കും പെട്ടെന്നൊന്നും പണിയാനും പഠിക്കാനൊന്നും അറിയത്തേ ഇല്ല. ഇസ്രായേൽ പറഞ്ഞു, കാര്യം വലിയ എളുപ്പത്തിൽ. നേരത്തെ ഈ ഫോണ് ആപ്പിൾ കമ്പനിക്കാരനെയൊക്കെ തന്നെ എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ നോക്കിയോക്കാരനെ എടുത്ത് എല്ലാത്തിനും ബോംബിൽ വെച്ചാൽ പാവപ്പെട്ട ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള എല്ലാം മരിക്കും.
അതുകൊണ്ട് അത് പാടില്ല. നമുക്ക് ഈ തീവ്രവാദികളെയാണ് നമുക്ക് വേണ്ടത്. ഈ രാജ്യത്തിന് വിപരീതമായിട്ട് വ്യാപരിക്കുന്ന ഈ ദുഷ്ടശക്തികളെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ദൈവം എല്ലാം അനുകൂലമായി കൊണ്ടുവരികയാണല്ലോ. അവന്മാരിത ഫോൺ വിട്ടേച്ച് ഇതിലേക്ക് പോയെങ്കിൽ നമുക്ക് അതിലൂടെ ആകാം. എല്ലാറ്റിലും ഒരു ബോംബ് ചേർത്ത് വിട്ടു, ഭയങ്കര സെയിലായി, മാക്സിമം റേറ്റും കുറച്ചു കൊടുത്തു. സ്വത്രം. അങ്ങനെയാ ഇതിനോട് അനുഭാവികളായിരിക്കുന്ന സകല തീവ്രവാദികളും സകല വ്യക്തി ജീവിതങ്ങളും ഈ സാധനത്തെ മേടിച്ച് പോക്കറ്റിലിട്ട് കൊണ്ട് നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ സ്വത്രം അവിടെ ഇരുന്നുകൊണ്ട് അവൻ ബട്ടൺ അടച്ചു. സകല തീവ്രവാദികളും പൊട്ടിത്തെറിച്ചു. സ്വതം. അപ്പോഴാണ് മനസ്സിലായത്, ആമേൻ, യഹൂദനാണ്, ഇവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഇവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഇവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇറാനിത 200 മിസൈൽ ഒരുമിച്ച് അടിച്ചു കൊടുത്തു. 200 എണ്ണം. ഒരു മിസൈൽ തിരുവനന്തപുരത്ത് വീണ ഇവിടെ എല്ലാം തീർന്നു. സ്വതം. 200 എണ്ണം ഒറ്റയടി. എല്ലാം പോകുന്ന ഫോട്ടോ ഉൾപ്പെടെ നിങ്ങൾ പത്രങ്ങളിൽ കണ്ടതാണ്, അല്ലെങ്കിൽ മീഡിയയിലൂടെ കണ്ടതാണ്. എല്ലാം പോയി. ഒരൊറ്റ എണ്ണം ഇസ്രായേലിൻ്റെ മണ്ണിൽ വീഴാൻ അനുവദിച്ചില്ല. ആകാശത്ത് വെച്ച് സകലത്തിനെയും പൊട്ടിച്ച് നിർമൂലമാക്കിയപ്പോൾ മനസ്സിലായി, യഹൂദനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. യഹൂദൻ 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 ആണോ നീ, അവനെ തോൽപ്പിക്കത്തില്ല എന്ന് ഹാമാനോട് പറഞ്ഞു. ഞാനിന്ന് ഇസ്രായേലിന് അനുകൂലമായി പ്രസംഗിക്കുന്ന അല്ല, മറുഭാഗത്തിൽ ദൈവവചനത്തിനകത്ത് ദൈവം ഒരു വ്യക്തിക്ക് ശക്തി കൊടുത്താൽ, ദൈവം ഒരു വ്യക്തിക്ക് ബുദ്ധി കൊടുത്താൽ, ദൈവം ഒരു വ്യക്തിയെ മേൽ ഒരു പ്രത്യേകമായ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് തോൽപ്പിക്കാൻ കഴിയും. മൊർദെഖായിയെ, നീ ഇന്ന് പിച്ചക്കാരൻ്റെ റോളുള്ള വ്യക്തിയായിരിക്കാം. മൊർദെഖായിയെ, നീ കയറി കിടക്കാൻ വീടില്ലാത്ത വ്യക്തി ജീവിതമായിരിക്കാം. മൊർദെഖായിയെ, നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിൽ മേഖലയോ വരുമാനമോ ഇല്ല. ആരാ മൊർദെഖായി? സ്വന്തം വളർത്തുമകളെ കെട്ടിച്ചയക്കുവാൻ സാമ്പത്തികമില്ലാതെ വണ്ണം സ്വത്ര രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് സമൂഹ വിവാഹത്തിന്റെ മധ്യത്തിലേക്ക് നിരത്തി നിർത്തി ആമേൻ സ്വത്രം കൊച്ചിനെ വളർത്താൻ പോലും സാഹചര്യമില്ലാത്ത അനുഭവത്തിലേക്ക് പോയ ഒരു യഹൂദനായിരിക്കപ്പെടുന്ന മൊർദെഖായി സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഏറ്റവും പുറകിൽ നിന്ന് ഒരുവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തിന്റെ പ്രഥമനായിരിക്കുന്നവന്റെ വലം കൈയായിട്ട് നിൽക്കപ്പെടുന്ന ഹാമാൻ എന്ന് പറയപ്പെടുന്ന മന്ത്രി കഴുകുമരം ഒരുക്കിയതിനു ശേഷം രാജാവിന്റെ കയ്യിൽ നിന്ന് അധികാരപത്രം എല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് മൊർദെഖായിയെ ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ പിന്നിൽ ഒന്നുണ്ട്. അവൻ പിച്ചക്കാരനാണെങ്കിൽ അവന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ സമയം നീ വീടില്ലാത്ത വ്യക്തിയായിരിക്കാം, നീ കൂടില്ലാത്ത വ്യക്തിയായിരിക്കാം, നീ ജോലിയില്ലാത്ത വ്യക്തിയായിരിക്കാം, നീ കഴിവില്ലാത്ത വ്യക്തിയായിരിക്കാം, നീ വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തിയായിരിക്കാം. നിന്റെ മേലൊരു ആത്മപകർച്ച ഉണ്ടെങ്കിൽ, നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ ശത്രുവിന് നിന്നെ തോൽപ്പിക്കുവാൻ കഴിയപ്പെടത്തില്ല. നീ ജയിക്കും. യോന പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണം, നമുക്ക് യോനയിൽ പോവാം. നമ്മൾ പറഞ്ഞത് ഇത്രയും പഠിച്ചതാണ്. യോന പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ആളാണ്, ഞാൻ ദൈവത്തെ നമസ്കരിക്കുന്ന ആളാണ്. അതാണ് നമ്മൾ ഇസ്രായേലിൽ പോയി പടക്കം പൊട്ടിച്ചതുവരെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ദൈവത്തിൻ്റെ ആളെന്ന് പറയുമ്പോൾ അഭിമാനിക്കണം. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന് പറയപ്പെടുമ്പോൾ ഒരു വിജയം അവിടെ കാണണം. ഞാൻ ദൈവത്തിൻ്റെ ആളെന്ന് പറയപ്പെടുമ്പോൾ അദൃശ്യ മണ്ഡലത്തിൽ എനിക്കൊരു മുന്നേറ്റമുണ്ടെന്നുള്ള അറിയണം. ഞങ്ങൾ എല്ലാവരും പുറന്തള്ളപ്പെട്ടവരാണെങ്കിലും ഞങ്ങൾ കർത്താവിൻ്റെ മക്കളാണ് എന്നുള്ളത് തിരിച്ചറിയണം. തിരിച്ചു വാ. യോനയുടെ അടുക്കൽ വന്നു. അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന് പറഞ്ഞ സമയത്തിൽ ചീട്ടവന് വീണത് കൊണ്ട് ആ കപ്പലിൽ എല്ലാവരും പറഞ്ഞു, ഇവനെ എടുത്ത് എവിടെയാ? സമുദ്രത്തിൽ, കടലിൽ ഇളകി മറിഞ്ഞടിച്ചും ഭയറിയുകയാണ്. ആമേൻ, ഇവിടെ ഇടണം എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇടാനൊരു കാരണം ദൈവത്തിൻ്റെ ആളെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു പേടിയുണ്ട്. തൊട്ട് കളിച്ചാൽ ചിലപ്പോൾ തീക്കളിയാകും അല്ലേ? അപ്പോൾ അവരിങ്ങനെ അറച്ചു നിന്നപ്പോൾ യോന പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കണ്ട, എന്നെ എടുത്തങ്ങിട്. അപ്പോൾ എൻ്റെ അനുവാദത്തോടെ ഇട്ടാൽ കുഴപ്പമില്ലല്ലോ, എന്നെ എടുത്തങ്ങ് വെള്ളത്തിലിട് എന്ന് പറഞ്ഞു. ശരി, ഇനിയിപ്പോൾ ഞങ്ങളെ തെറ്റുകാരല്ല. അവൻ പറഞ്ഞു, നമ്മൾ ചെയ്തു. അവനോട് അടിക്കാൻ പറഞ്ഞു, നമ്മൾ അടിച്ചു, അത്ര തന്നെ. ശരി, ഒരുത്തൻ കാലെ പിടിച്ചു, വേറൊരു കാലെ പിടിച്ചു, ഒരുത്തൻ കയ്യെ പിടിച്ചു, ഒരുത്തൻ പയറ്റ്. 4 പേരായിട്ട് ചേർന്ന് ഐലസ കാരണം എന്താ പറയുക, എന്തൊക്കെ എടുത്ത് എറിയും പോലെ, ചാക്കെടുത്ത് എറിയും പോലെ, സിമ്മൻ്റ് എടുത്ത് എറിയും പോലെ അങ്ങനെ ആടി ഇട്ടു. ഇളകി മറിയുന്ന കടലിലേക്ക് ചെന്ന് ടോന്നുവെന്ന് വീണപ്പോൾ കടലെല്ലാം ശാന്തമായി, കപ്പലെല്ലാം ശാന്തമായി. സ്തോത്രം. ഇനിയിപ്പോൾ അവനെക്കുറിച്ചുണ്ട്. അവൻ ഒരുത്തൻ ചത്താലും കുഴപ്പമില്ല, ഞങ്ങൾ
രക്ഷപ്പെട്ടു. കടലിനെ നിയന്ത്രിച്ചു, അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബൈബിൾ എഴുതിയിരിക്കുന്നു, നീ യഹൂദനാണെങ്കിൽ നീ ജയിക്കത്തില്ല, അവനെ ജയിക്കത്തേ ഉള്ളൂ, അവനെ ജയിക്കത്തുള്ളൂ. യോന പറഞ്ഞു, ഞാൻ കടലും കരയും സൃഷ്ടിച്ച ഈ കടൽ നിന്നെ ഭീഷണിപ്പെടുന്നു, പക്ഷെ ഇത് സൃഷ്ടിച്ച ദൈവത്തിന്റെ ആളാ ഞാൻ. ഈ കര നീ പേടിക്കുന്നു, പക്ഷെ ഈ കര സൃഷ്ടിച്ച ദൈവത്തിന്റെ ആളാ ഞാൻ എന്ന് പറഞ്ഞ സമയത്തിൽ തന്നെ അവനെ കടലിലേക്ക് ഇട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു അവൻ മരിച്ചുപോയി. പക്ഷേ അങ്ങനെ വാക്യമെടുക്കാൻ സമയമില്ല, ഞങ്ങൾ വീട്ടിൽ പോയി. ഭയങ്കര കാറ്റൊക്കെ അവിടെ അടിച്ചു. അപ്പോഴീ കാറ്റിൽ ചെന്ന് ബാലൻസ് ചെയ്യാൻ മടിച്ചിട്ട് ഒരു വലിയൊരു കടൽ മത്സ്യം ഈ കടലിൻ്റെ ആടിത്തട്ടിൽ ചെന്ന് കിടപ്പുണ്ടായിരുന്നു. ഈ തിരയിലൊന്നും കിടന്ന് ബാലൻസ് ചെയ്യാൻ വയ്യ. ഇത് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് തഴയെ കിടന്നപ്പോൾ വീണ്ടും ആ കാറ്റ് ശക്തി അടിച്ചപ്പോൾ മത്സ്യത്തിന് മനസ്സിലായി, എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം എനിക്ക് എന്തോ ഒരു ഡ്യൂട്ടി ഇട്ടിരിക്കുകയാണ്, എന്തോ ഒരു ജോലി ഇട്ടിരിക്കുകയാണ്. പോയി ഒന്ന് ചോദിച്ചേച്ചു വരാമെന്ന് പറഞ്ഞ് അവൻ നേരെ താഴേക്ക് വരാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചു. അപ്പോൾ ആ യോന ഈ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട സമയത്ത് ഏറ്റവും അടിത്തട്ടിലേക്ക് കടന്നുപോയ സമയത്തിൽ തിമിംഗലം നേരെ മേളിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു വലിയ ദൗത്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്തോത്രം ആമേൻ തിമിംഗലം കടന്നു വന്നത്. 1-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും ലാഭത്തിൽ യോനയെ വിഴുങ്ങേണ്ടതിന് 17-ാം വാക്യം, യോനയെ 1:17, യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണമേ, എല്ലാവരും പറഞ്ഞാട്ടെ, എന്താണ് കൽപ്പിച്ചാക്കിയിരുന്നു? പറഞ്ഞേ, കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. ചിലതൊക്കെ ദൈവം കൽപ്പിച്ചാക്കിയതാണ്. ചിലതൊക്കെ ദൈവം കൽപ്പിച്ചാക്കിയതാണ്. ചിലതൊക്കെ ദൈവം കൽപ്പിച്ചാക്കിയതാണ്. നിന്നെ വിഴുങ്ങാൻ ചിലതിനെ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. നിന്നെ വേദനിപ്പിക്കാൻ ചിലതിനെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. തൽക്കാലം അത് വേദന പോലെ തോന്നും, തൽക്കാലം അത് നിന്നെ വിഴുങ്ങിയെന്ന് തോന്നും. പക്ഷെ ഇല്ല, അതിൻ്റെ പിന്നിൽ ദൈവം കൽപ്പിച്ചാക്കിയതാണെങ്കിൽ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. മനസ്സിലായവർ എന്ന് കൈയടിച്ചു പറ, ചില മത്സ്യത്തെ എന്നെ വിഴുങ്ങാൻ ദൈവം കൽപ്പിച്ചാക്കിയത് ആമേ തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കാണ്. ചില ബാധ്യതകൾ എന്നെ വിഴുങ്ങാൻ, ചില പ്രശ്നങ്ങൾ എന്നെ വിഴുങ്ങാൻ ദൈവം കൽപ്പിച്ചാക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നത്തിനകത്ത് നിന്ന് ഞാൻ പുറത്തു വരും. ദൈവമാക്കി വെച്ച പ്രശ്നമാകൊണ്ട്, ദൈവമാക്കി വെച്ച ബാധ്യതയാകൊണ്ട് ഞാൻ വെളിയിൽ വരും. അടിത്തട്ടി കിടന്ന മത്സ്യം വന്ന് ഒന്ന് ഭാവനയിലൊന്ന് കാണണം. കപ്പൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു, മത്സ്യത്തെ കൽപ്പിച്ച ഉടനെ മത്സ്യം മേളിൽ വന്ന് ഇങ്ങനെ വാ തുറന്ന്. കാരണം ഈ കടലിൽ ചെന്ന് വീണാൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും മത്സ്യം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ ഈ ജോലി ചെയ്യാൻ പറ്റില്ല. ദൈവവേലക്കാരനാണ് നിൽക്കുന്നത്. ആര്? ഈ മത്സ്യം ആരാണ്? കർത്താവിൻ്റെ വേലക്കാരനാണ്. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ വാക്യം കൂടെ വായിച്ച പെട്ടെന്ന് പിടികിട്ടും. 2-ാം വാക്യം 1-ാം വാക്യത്തിലിരിക്കുന്നു, യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞ, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയുടെ നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യ ആഴത്തിലിട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി, നിൻ്റെ ഓളങ്ങളും തിരകളും എല്ലാം എൻ്റെ മീതെ കടന്നുപോയി, നിൻ്റെ തെറ്റി എന്ന് പറഞ്ഞാൽ യോന പോസിറ്റീവായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്കിത് സംഭവിച്ചു എന്നൊന്നുമല്ല. ഞാൻ നിലവിളിച്ചു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ദൈവം എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു സാഹചര്യത്തെ ഒരുക്കി തന്നു. നല്ല പ്രാർത്ഥനാന്തരീക്ഷത്തെ ദൈവം നല്ല ഏകാഗ്രതയുണ്ട്. കർത്താവേ സ്തോത്രം, നീ എന്നെ സൂക്ഷിക്കുന്നതായിട്ട്, ഈ ആഴി എന്നെ മൂടിക്കളയാതെ എന്നെ സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം എന്ന് ഒരു വ്യക്തി പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാനുള്ളൊരു നല്ലൊരു അന്തരീക്ഷം വേണം. പിടികിട്ടിയോ? മനസ്സിലായില്ല? എനിക്കാണെങ്കിലേ പ്രാർത്ഥിക്കണമെങ്കിൽ
പ്രാർത്ഥിക്കാനുള്ളൊരു അന്തരീക്ഷം കിട്ടണം. നിങ്ങൾ ഭയങ്കര പ്രാർത്ഥന പ്രാർത്ഥിക്കും. സ്വതന്ത്രം 10 പേര് നിങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി നടക്കുമ്പോഴത്തേക്കും പ്രേട്ടവരിലും ആരെയൊന്നും അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല. പക്ഷേ പ്രാർത്ഥനാ മുറിക്കകത്ത് ഒരു നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിനകത്ത് ഏകാഗ്രമായിട്ടിരുന്നുമ്പോൾ നിന്നും നടന്നും കിടന്നും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തോട് പറയും, എനിക്കൊരു നല്ലൊരു പ്രാർത്ഥനാന്തരീക്ഷത്തെ തന്നതിനായിട്ട് സ്തോത്രം. യോന പറയുകയാണ്, എനിക്ക് നല്ലൊരു പ്രാർത്ഥനാന്തരീക്ഷം തന്നതിനായി സ്തോത്രം. മനസ്സിലായില്ല? കുറച്ചുകൂടെ വ്യക്തത്തിൽ പറയാം. ഇവൻ ദൈവവേലക്കാരനാണ്. ഈ മത്സ്യം എനിക്കൊരു ദൈവദാസനെ ഒന്ന് ശുശ്രൂഷിക്കണം. 3 ദിവസം എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുക. ഇത് വേറെ ഏതെങ്കിലും മത്സ്യങ്ങൾ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചത്തുപോകും. അത് പാടില്ല. എന്നെ ദൈവം ഏൽപ്പിച്ചത് എനിക്ക് തന്നെ ചെയ്യണം. അപ്പോൾ ഇത് വീഴുന്നതിന് തൊട്ട് മുമ്പ് ഇവൻ വായും വളർന്നു. അപ്പോൾ ഇവരെടുത്ത് എറിഞ്ഞപ്പം ആക്ച്വലി കടലിലല്ല വീണത്, മത്സ്യത്തിൻ്റെ വായ്ക്കകത്തേക്ക് ചെന്നിട്ട് വീഗാലാൻഡിൽ ചെന്ന് ചറുക്കി ഇങ്ങനെ പോകുന്നത് പോലെ സൂ 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 എന്ന് പറഞ്ഞ് അന്നനാളം വഴി ആമാശയം വഴി അതിൻ്റെ വയറ്റിനകത്തേക്ക് പോയപ്പോഴാണ് പുള്ളി കാണുന്നത് നല്ലൊരു എയർ കണ്ടീഷൻ റൂം. ദഹനരസങ്ങളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല, അതൊക്കെ അപ്പുറത്തൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല 1-ാം തരം കൂൾ ലൈറ്റ് എല്ലാം അതിനകത്തെ വെച്ചിട്ടുണ്ട്. നല്ലൊരു സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊരു പായ ഇട്ടിട്ടുണ്ട്. മാമി ബുദ്ധിമുട്ട് വരുമ്പോൾ നടു നോക്കാൻ വേണ്ടിയിട്ട് കട്ടിൽ വന്നാൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി സോഫ സെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ടെലിവിഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ലോകത്തിലെ കാര്യങ്ങൾ, നിലവിലുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ പ്രസംഗം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യതകളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ഒരു പാത്രത്തിൽ ഫ്രൂട്ട്സ് ഇരിക്കുകയാണ്. അപ്പുറത്ത് നിന്നിപ്പോൾ ചിക്കൻ ബിരിയാണി ഇരിപ്പുണ്ട്, ചിക്കൻ ഫ്രൈ ഇരിപ്പുണ്ട്, ചാപ്സിലുണ്ട്, 66 ഇരിപ്പുണ്ട്, 65 ഇരിപ്പുണ്ട്, ഇതെല്ലാം ഇരിപ്പുണ്ട്. പിന്നെ മട്ടൻ ഇരിക്കുന്നുണ്ട്, ചിക്കൻ ഇരിപ്പുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഹോ, ഇതാണോ മത്സ്യത്തിൻ്റെ വയറ്റ്? അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, സ്വതം യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. ദൈവം യോനയെ നല്ല ഒരു പ്രാർത്ഥനാന്തരീക്ഷത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അതെവിടെ? മത്സ്യത്തിൻ്റെ വയറ്റിൽ. നിങ്ങൾ വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയം നിങ്ങൾ വീട്ടിനകത്തിരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ദൈവം ചില മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് കൊണ്ടിരുത്തി പ്രാർത്ഥിപ്പിക്കും. മനസ്സിലായില്ല? വല്ലപ്പോഴും ഒരു പാസ്റ്റർ ജോബയൊക്കെ കാണിക്കണ്ടേ? ഒരു കുത്തണ്ടേ? അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കാതെയും അനുസരിക്കേണ്ട സമയം നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ ദൈവം ചിലപ്പോൾ മെഡിക്കൽ കോളേജ് ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കേണ്ടി വരും. നമ്മൾ കോസ്മോയിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കേണ്ടി വരും. ചിലപ്പോൾ SUT ചെന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ട് പറഞ്ഞാൽ യേശുവിൽ മമ്മലിൽ ചെന്ന് പ്രാർത്ഥിക്കേണ്ടി പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. നമ്മൾ മെഡിസിറ്റി ചെന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ പറഞ്ഞു വിട്ടുകളയും. ഏറ്റവും കംഫർട്ട് എവിടെയാണ്? നമ്മുടെ വീട്ടിലും നമ്മുടെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചൂടെ എങ്കിലൊന്ന് കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ഓ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ റെഡിയാണ് കർത്താവേ. സ്തോത്രം. അപ്പോൾ യോന അവൻ കരയിൽ പ്രാർത്ഥിക്കാതെയും ദൈവഹിതം മനസ്സിലാക്കാതെയും ദൈവത്തെ അനുസരിക്കാതെ ഇരുന്നപ്പോൾ വയറ്റിനകത്ത് കയറ്റി അവനെ പ്രാർത്ഥിപ്പിച്ചു. അപ്പം അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ഭാഗത്തിൽ അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ശരിയാ, ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിനക്ക് നിയന്ത്രണമുണ്ട്, നിനക്ക് കടിഞ്ഞാണുണ്ട്. ദൈവമക്കൾക്ക് കടിഞ്ഞാണുണ്ട്. എങ്ങനെയെങ്കിലും പറ്റത്തില്ല, നിന്നെ ഞാൻ നിയന്ത്രിച്ചു കൊണ്ടുപോകും. അങ്ങനെ അവൻ അതിനകത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, എനിക്ക് നീ എന്നെ സമുദ്രമത്തിൽ ആഴത്തിലിട്ടു, നിന്റെ ദൃഷ്ടിയിൽ എനിക്ക് നീക്കം വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. 2:6 ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എൻ്റെ ദൈവമായ യഹോവേ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്നും കയറ്റിയിരിക്കുന്നു. യോന പ്രാർത്ഥിച്ചു, പക്ഷേ പുള്ളി പെട്ടുപോയിരിക്കുകയാണ്. ആ കടൽ മത്സ്യത്തിൻ്റെ ഉള്ളിനകത്ത് നിന്ന് തനിക്ക് പുറത്തു വരണം. നേരത്തെ കൂട്ടി ദൈവം പറഞ്ഞില്ല, മക്കളെ നിന്നെ ഒരു മത്സ്യം വിഴുങ്ങും, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക, അങ്ങനെയും പറഞ്ഞില്ല. ചെന്നക അവൻ അകപ്പെട്ടു പോയിരിക്കുക. അകപ്പെട്ടപ്പോൾ പ്രാർത്ഥിക്കാത്തവൻ പ്രാർത്ഥിച്ചു, പക്ഷേ ഇനി ഞാൻ പുറത്ത് വരുവോ ഇല്ലയോ അതായിരുന്നു സംശയം. ഞാൻ പുറത്ത് വരുവോ ഇല്ലയോ അതാണ് വിഷയം. ഞാൻ രക്ഷപ്പെടുവോ ഇല്ലയോ അതാണ് വിഷയം. ഒരു വ്യക്തതയും കിട്ടുന്നില്ല. ആ പ്രാർത്ഥനയ്ക്കകത്ത് അവൻ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടണം. ഞാൻ
പർവ്വതങ്ങളുടെ അടിവാരങ്ങളോടം ഇറങ്ങി ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരിക്കുന്നു. ഓടാമ്പൽ കേട്ടിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തേട്ടാ. ഓടാമ്പൽ ശരി, കേട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വീട്ടിൽ വച്ചിരിക്കുന്ന പൂട്ടിന് പറയുന്ന പേരാണ് എന്തോന്ന്? ഓടാമ്പൽ. മനസ്സിലായ? വല്ലപ്പോഴുമൊക്കെ അങ്കൻവാടി പോയി വല്ലതുമൊക്കെ കണ്ടു പഠിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പിടികിട്ടത്തില്ല. അല്ലേ? ഓടാമ്പൽ ഇത് ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഒരു ഡോറിനെ തുറന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൂട്ടിയിടുന്ന ഒരു സാധനമാണ് ഓടാമ്പൽ എന്ന് പറയുന്നത്. യോന പറയുന്നു, ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ എന്നെ എല്ലാ കാലത്തേക്കും ലോക്ക് ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ ബന്ധനങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാ പറയുക ബന്ധനങ്ങളെക്കുറിച്ച്? അങ്ങേരെന്നെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഒരു വ്യക്തി ബന്ധിച്ചു. പിന്നെ ആ വസ്തുവിൽ ബന്ധനമുണ്ട്, അതും ആ വീട്ടിൽ ബന്ധനമുണ്ട്, അതും നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ആ സ്ഥാപനത്തിന് ബന്ധനമുണ്ട്, അതും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബന്ധനങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതെ കണ്ടിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊക്കെ അറിയാം. വാഹനങ്ങൾക്കകത്ത് ബന്ധനമുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷെ ഇത് പറഞ്ഞിരിക്കുന്നത് ഭൂമി ഓടാമ്പലിട്ടങ്ങ് ബന്ധിച്ചിരിക്കുക. ഭൂമി ഓടാമ്പലിട്ടങ്ങ് ലോക്ക് ചെയ്തിരിക്കുക. സഹോദരങ്ങളെ, ഈ ഒരു വ്യക്തി ബന്ധിക്കുമ്പോൾ എന്തുമാത്രം ബന്ധനം നിങ്ങൾ അനുഭവിച്ചു? ഭൂമി അങ്ങ് ലോക്ക് ചെയ്താലോ, ഭൂമി അങ്ങ് ബന്ധിച്ചാലോ ഇതിനി ആര് തുറക്കും? ഏത് ദൈവദാസൻ തുറക്കും? ആർക്ക് ഈ ഓടാമ്പലുകളെ പൊളിക്കുവാൻ കഴിയും? ഈ ഓടാമ്പലുകളെ ആർക്കെടുത്ത് മാറ്റുവാൻ കഴിയപ്പെടും? യോന പറയുകയാ, ഭൂമി അതിൻ്റെ ഓടാമ്പലുകൾ കൊണ്ട് സദാകാലത്തേക്കും മരണം വരെ എന്നെ ബന്ധിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ സമയത്തിൽ എനിക്ക് ആത്മാവിലൊന്ന് പറയാനുണ്ട്. ഭൂമിയെ സൃഷ്ടിച്ചവൻ അതിൻ്റെ മേളിലിരിക്കുന്നിടത്തോളം കാലം ഭൂമിയാണ് നിന്നെ ബന്ധിച്ചുവെങ്കിൽ, ഭൂമിയാണ് നിന്നെ കെട്ടിവെച്ചിരുന്നുവെങ്കിൽ, ഭൂമിയാണ് ഓടാമ്പലിട്ട് നിന്നെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, സദാകാലത്തിലേക്കും അത് കെട്ടിയിട്ടിരിക്കുന്നുവെങ്കിൽ, ആ കെട്ടിൻ്റെ അനുഭവത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ശക്തനായിരിക്കുന്ന ദൈവത്തിന് കഴിയും. മനസ്സിലായവർ കൈയടിച്ചു പറ, എത്ര വലിയ ബന്ധനമാണെങ്കിലും ഞാൻ യഹൂദൻ എങ്കിൽ തോൽക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ, ഞാൻ യേശുവിന്റെ പൈതലാണ് എങ്കിൽ ഞാൻ തോൽക്കുകയില്ല. യോനയുടെ പ്രാർത്ഥനകളെല്ലാം വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. യോനെ 3-ാമത്തെ ദിവസം ഈ മത്സ്യം ഒരു പോറൽ പോലുമില്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ദഹനരസങ്ങളുണ്ട് മത്സ്യത്തിൻ്റെ ഉള്ളിൽ. യഥാർത്ഥത്തിൽ ഇത് ഒരു തുള്ളി അവൻ്റെ ശരീരത്തിൽ വീണെങ്കിൽ അപ്പോൾ ഇവൻ ദ്രവിച്ച് ഇവൻ ആഹാരമായി തീർന്നേനെ. പക്ഷെ ദൈവം അതിനൊന്നും അനുവദിച്ചില്ല. ദൈവനെ പ്രൊട്ടക്റ്റ് ചെയ്തു. ദൈവം നമ്മളെ ചിലപ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ ദോഷം വരുത്തത്തില്ല. അതെപ്പോഴും മനസ്സിലാക്കി. ചിലരെയൊക്കെ ദൈവം ലോക്ക് ചെയ്ത് എന്തിനാ? നീ പോകേണ്ടത് പോകാൻ വേണ്ടിയിട്ട്, നീ എത്തേണ്ടടുത്ത് എത്താൻ വേണ്ടിയിട്ടാണ്, നിന്നെ നിർത്തേണ്ടടുത്ത് കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിന് പ്രകാരം അവനെ നിനവയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് ഈ മത്സ്യം ഒരു പോറലുമില്ലാതെ ഇവനെ ഛർദ്ദിച്ചു. ഇവനെ നല്ലൊരു സോപ്പൊക്കെ മേടിച്ച് കുളിക്കേണ്ടിയെന്ന് വന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, നല്ലൊരു എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്നത് പോലെ അവൻ നല്ല മിടുക്കനായിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഈ സ്ഥലത്തിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് നിനവേ. അപ്പോൾ ടിക്കറ്റ് എടുക്കാതെ ഇവിടെ എത്താൻ കഴിഞ്ഞല്ലോ, വലിയ കാര്യം. ശരി, ഇനി ഞാൻ ദൈവത്തെ അനുസരിക്കും. കാരണം 3 ദിവസം എന്നെ കൊണ്ട് പ്രാർത്ഥന പഠിപ്പിച്ചു ദൈവം. 3 ദിവസം കൊണ്ട് എന്നെ അനുസരിപ്പിച്ചു എൻ്റെ ദൈവം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ എന്നോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് എന്നെ കൊല്ലാതെ ഇവിടെ കൊണ്ട് തന്നെ നിർത്തിയത്. ഇനി ഞാൻ പ്രസംഗിക്കാം. ഓടിച്ചെന്ന് അവൻ ഒറ്റ വാക്ക്, വചനം എടുക്കുന്നില്ല, ഒറ്റ വാക്ക് അവൻ പ്രസംഗിച്ചു. അവൻ ആൾക്കാരെല്ലാം ഒരുപാട് കൂടി നിൽക്കുന്നിടത്ത് അവൻ ചെന്നു. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവരും ശ്രദ്ധിക്കുക. പാട്ടൊന്നും പാടാനുള്ള സമയമൊന്നും കിട്ടിയില്ല, പാട്ടൊന്നും പാടാനുള്ള മാനസികാവസ്ഥയല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗത്തിലെ ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്. ഇനി 40 ദിവസം
40 ദിവസമാകുമ്പോൾ നിനവേ പട്ടണം ഉന്മൂലമായി നശിച്ചു പോകാൻ പോകുകയാണ് എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പട്ടണത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇത് നശിക്കാൻ പോകുമെന്നാണല്ലോ ദൈവം പറഞ്ഞത്. ഇതിൻ പ്രകാരം കർത്താവേ, ഇവരൊക്കെ ആമേ സൂക്ഷിക്കണം, സഹായിക്കണം, ആമേൻ എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥനയും പറഞ്ഞിട്ട് നമ്മൾ പോയി. ഒരൊറ്റ മിനിറ്റ് പ്രസംഗിച്ച ഭക്തൻ ഒറ്റ മിനിറ്റ് പ്രസംഗിച്ചു പോയി. ഒറ്റ മിനിറ്റ് പ്രസംഗിച്ചു പോയി. ബൈബിൾ എഴുതിയിരിക്കുന്നു, നിനവേ പട്ടണത്തിലെ ചെറിയവരും വലിയവരും സകല പേരും രട്ടെടുത്തു, വെണ്ണീരിലിരുന്നു, അനുദപിച്ചു, പ്രാർത്ഥിച്ചു. ദൈവം വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായി വിടുവിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിച്ചതിൻ്റെ പിന്നാമ്പുറത്തിലുണ്ട് ഒരു നിയോഗപ്രകാരം ഒരു ദൈവത്തിൻ്റെ ഭക്തൻ കടന്നു വന്ന് ഒരു വാക്കാണ് കൽപ്പിക്കുന്നുവെങ്കിൽ അത് ജനഹൃദയങ്ങളിൽ രൂപാന്തരത്തെ വരുത്ത്, അത് വ്യക്തി ജീവിതങ്ങൾക്കൊരു മാറ്റത്തെ വരുത്ത്. ഇന്ന് പകൽ സമയത്തിലും ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ദൈവത്തിന്റെ ദാസന്മാരുടെ വാക്ചാതുര്യം എന്ന് മനസ്സിലാക്കരുത്. അവർ ഒരു വാക്ക് കൽപ്പിച്ചാലും നിന്റെ ഹൃദയത്തിനകത്ത് കീറി മുറിക്കത്തക്ക വിധത്തിലേക്ക് അത് കുത്തിക്കയറുന്നതിന്റെ പിന്നിൽ ഒന്നുണ്ട്. അതൊരു ദൈവത്തിന്റെ ശബ്ദമാകൊണ്ട്, അതൊരു ദൈവത്തിന്റെ ആലോചനയാണ് എങ്കിൽ അത് നിന്നെ മുഴുവനായിട്ട് രൂപാന്തരപ്പെടുത്തും. മറുതലിക്കുകയല്ല, അതിനെ പൂർണ്ണമായി നീ അനുസരിക്കണം. ഒരൊറ്റ വാക്ക് പ്രസംഗിച്ചു പുള്ളി പോയി. ചില ഉപദേശിമാർ അങ്ങനെയാണ്, ഒന്ന് പ്രവചിച്ചതിന് ശേഷം ചെന്നിട്ട് അത് നടക്കൂയില്ലേ നോക്കാൻ വേണ്ടിയിട്ട് പോകും. പുള്ളിക്കാരൻ പറഞ്ഞു എല്ലാം പോക്കാണ്, 40 ദിവസം കൊണ്ട് എല്ലാം തീരുമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഉയർന്ന ഒരു മലയിൽ ചെന്ന് കയറി. കാരണം പുള്ളിക്ക് അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടി. എന്നാൽ ഇവരൊക്കെ മരിക്കണമെന്ന് കാണുകയും വേണം, എനിക്കൊരു ദോഷവും വരുത്തരുത്. കുന്നിൻ്റെ മുകളിൽ കയറി. കുന്നിൻ്റെ മുകളിലേക്ക് താൻ കയറി ചെല്ലുന്ന സമയത്തിൽ നോക്കിയിരിക്കും. 1-ാമത്തെ ദിവസം, 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം, 4-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം എന്നും ഇങ്ങനെ പറഞ്ഞു. ആ 5-ാമത്തെ 6-ാമത്തെ ദിവസം നിനവേ പട്ടണക്കാൾ 3 ദിവസം ഫാസ്റ്റിംഗ് എടുത്തു. ദൂത് കേട്ടിട്ട് വെറുതെ പോവുകയല്ല, അവർ ഉപവാസമെടുത്ത് പുകവലിക്കണവന്മാരെല്ലാം പുകവലിയെല്ലാം നിർത്തി. കുടിയന്മാരെല്ലാം പരിപാടികളെല്ലാം നിർത്തിവെച്ചു. ബിയർ അടിക്കുന്ന പുള്ളികളെല്ലാം അതെല്ലാം മാറ്റിവെച്ചു. തമ്പാക്ക്, പാൻപരാഗ്, ഷുക്ക, ചൈനി കുഞ്ഞി, പിന്നെ ആശിഷ്, അത് പരിപാടി, എല്ലാ പരിപാടികളും പൂർണ്ണമായിട്ടങ്ങ് മാറ്റിവെച്ചു. ചില പുള്ളികൾ മൂക്കിനകത്ത് പൊടി കുത്തിക്കയറ്റി വലിക്കുന്ന പുള്ളികളെല്ലാം അതെല്ലാം മാറ്റിവെച്ചു. ഇങ്ങനെ എല്ലാവരും അനുദപിച്ചു. ദൈവസന്നിധിയിൽ നിലത്തിരുന്ന് രട്ടിലും വെണ്ണീരിലും ഇരുന്ന് അനുദപിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് അനർത്ഥം വരുത്തരുതേ, ഞങ്ങൾക്ക് അനർത്ഥം വരുത്തരുതേ. പക്ഷേ ദൈവദാസൻ മേളിൽ കയറിയിരിക്കുകയാണ്, ഇപ്പം തീരും, ഇപ്പം ശരിയാവും, ഇപ്പം ശരിയാവും, ഇപ്പം ശരിയാവും, എല്ലാം പോക്കാണ്. മരണം കാണാൻ ഭയങ്കര രസമാണ്, ഞാൻ പ്രവചിക്കുക ശരി തന്നെയാണ് എന്ന് പറഞ്ഞ് അവൻ മരണം കാണാൻ വേണ്ടിയിട്ട് കയറിയിരുന്നപ്പോൾ വേദപുസ്തകത്തിനകത്ത് യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6 മുതൽ യോനയെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടിപ്പിപ്പാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അതവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. 5-ാം വാക്യം, അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിൻ്റെ കിഴക്ക് വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിൽ എന്ത് ഭവിക്കുമെന്ന് കാണുവോളം അതിൻ്റെ കീഴെ തണലിൽ ചെന്നിരുന്നു. ഒരു ചെറിയ കുടിലുണ്ടാക്കി അവിടെ ചെന്ന്. പക്ഷേ ദൈവത്തിന് അവനോട് ഭയങ്കര ഇഷ്ടം തോന്നി. ദൈവദാസൻ പ്രസംഗിച്ച് ക്ഷീണിച്ച് ചെന്നിരിക്കുകയാണ്. പക്ഷേ ഈ അനർത്ഥം കാണാൻ വേണ്ടി പുള്ളി ഇരിക്കുകയാണ്. ദൈവമെങ്കിലും ക്ഷമിക്കും, ഞാൻ അതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരാമണക്ക് പെട്ടെന്ന് വളർന്നു വന്നപ്പോൾ ബൈബിൾ എഴുതിക്കുന്നു, അവൻ അത്യന്തം സന്തോഷിച്ചു. ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത്, തളർന്നിരിക്കുന്ന സമയത്തിൽ, ഞെരുങ്ങിയിരിക്കുന്ന സമയത്ത് ചില ആവണക്കൾ നമുക്ക് അനുകൂലമായി തണല് തരുവാൻ മുളച്ചു വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. മനസ്സിലായവരെന്ന് കൈയടിച്ചു ദൈവത്തിന് സ്വത്രം പറ. നീ പ്രതീക്ഷിക്കാത്ത ചില ആവണക്കുകൾ നിനക്ക് അനുകൂലമായി വരും. നീ പ്രതീക്ഷിക്കാത്ത ചില ലോണുകൾ, നീ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ, നീ പ്രതീക്ഷിക്കാത്ത ചില സൗഖ്യം, നീ പ്രതീക്ഷിക്കാത്ത ചില സഹായം, നീ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നിനക്ക് അനുകൂലമായി വരും. അപ്പോൾ നമുക്ക് സന്തോഷം വരും. യോന സന്തോഷിച്ചു. പക്ഷെ ബൈബിൾ വചനം അവിടെ തീർന്നില്ല. 7-ാം വാക്യം, പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. പിടികിട്ടിയോ വല്ലത്? 1-ാമത് ദൈവം ഒരു തണൽ കൊടുത്തു. ഒരാവണക്ക് നോക്കി നിൽക്കേ വളർന്നു. നോക്കി നിൽക്കേ ഒരു ബിസിനസ് വളർന്നു. നോക്കി നിൽക്കേ ഒരു ശുശ്രൂഷ വളർന്നു.
നോക്കി നിന്ന ഒരു ഫാക്ടറി വളർന്നു, നോക്കി നിന്ന് ഒരു കുടുംബം വളർന്നു വന്നു, നോക്കി നിൽക്കെ ഒരു വ്യക്തി വളർന്നു വന്നു. എല്ലാവർക്കും സന്തോഷമായി. ഭയങ്കര വളർച്ചയാണ്, ഭയങ്കര വർധനമാണ്, ഭയങ്കര വിശാലതയാണ്. ദൈവമാണ് ആവണക്കിനെ വളർത്തിയത്. എന്നാൽ അതേ ദൈവം പിറ്റേ ദിവസത്തിൽ ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. കിഴക്കൻ കാറ്റിനെ മാത്രമല്ല കൽപ്പിച്ചാക്കിയത്, സ്വത്രം മത്സ്യത്തെ മാത്രമല്ല കൽപ്പിച്ചാക്കിയത്, ഒരു പുഴുവിനെയും കൽപ്പിച്ചാക്കി. ആ പുഴു എന്താ ചെയ്തു എന്ന് ചോദിക്കാം. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു. ആവണക്ക് കുത്തിക്കളഞ്ഞു. 7-ാം വാക്യത്തിൽ സ്വത്രം കൽപ്പിച്ചാക്കി, അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. പുഴു കുത്തിക്കളഞ്ഞു. വലിയൊരു വിശാലത നിങ്ങൾ അനുഭവിച്ചുവോ? വലിയൊരു വളർച്ചയാണോ ഇപ്പോൾ സംഭവിക്കുന്നത്? ആ വളർച്ചയ്ക്കകത്തൊരു പുഴുവുണ്ട്. ഈ പുഴുവിനെ നിങ്ങൾ തിരിച്ചറിയണം, ഈ പുഴുവിനെ നിങ്ങൾ കാണണം. മനസ്സിലായവർ കൈയടിച്ചു പറ, ദൈവം എനിക്ക് തരുന്ന എല്ലാ അനുഗ്രഹത്തിന്റെ പിന്നിലും ചില പുഴുക്കളുണ്ട്. കുത്തിക്കളയാൻ, നശിപ്പിച്ചു കളയാൻ, തകർത്ത് കളയാൻ. ഈ പുഴുവിനോട് നമുക്ക് ഫൈറ്റ് ചെയ്യണം, ഈ പുഴുവിനോട് നമുക്ക് യുദ്ധം ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഏതൊക്കെ അനുഗ്രഹങ്ങൾ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ചെറു കുറുക്കന്മാരും ചെറു പുഴുക്കളും അവിടെ വരുന്നത്. നാബോത്തിന് ദൈവം മനോഹരമായിട്ടുള്ളൊരു മുന്തിരിത്തോട്ടം കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒരു ഇസബേൽ, അവിടെ ഉണ്ടായിരുന്നു ഒരു ആഹാബ്. ഇവർ രണ്ടുപേരും ആ തോട്ടത്തിന് വിപരീതമായി പോരാടി. ദൈവം നിങ്ങൾക്കൊരു ബിസിനസ് തന്നെങ്കിൽ അതിനെതിരായിട്ട് പോരാട്ടങ്ങളുണ്ട്. ദൈവം നിങ്ങൾക്കൊരു വളർച്ച തന്നിട്ടുണ്ടെങ്കിൽ ശത്രുതകളുണ്ട്. ശത്രുക്കളില്ലാത്ത, പോരാട്ടങ്ങളില്ലാത്ത, പുഴു കുത്താത്ത, നിങ്ങൾക്കെതിരായിട്ട് അപരാധം പറയാത്ത, അപശ്രുതി പറയാതെ, നിങ്ങളെ കുറ്റപ്പെടുത്താത്ത ഒരു ലൈഫ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കപ്പെടേണ്ട. ഏതൊരു നന്മയുടെയും പിന്നാമ്പുറത്തിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടായിരിക്കപ്പെടാം, ചില പുഴുക്കുത്തുകൾ ഉണ്ടായിരിക്കും. അതിൽ നീ തളരരുത്. ദൈവമാണ് ചിലതിനെ കൽപ്പിച്ചാക്കിയത്. നീ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, നീ ദൈവത്തോട് മുറുകെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചില പുഴുക്കുത്തുകളൊക്കെയും ചില സമയങ്ങളിൽ കടന്നു വരും. ചില അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കരുത്, ചില ഉയർച്ചകളിൽ അഹങ്കരിക്കരുത്, ചില നേട്ടങ്ങളിൽ അഹങ്കരിക്കരുത്. എപ്പോഴാണ് പുഴു വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. നോക്കി നിൽക്കെ വളർന്നു വന്ന ആവണക്കിനെ നോക്കി നിൽക്കെ പുഴു കുത്തി മറിച്ചിട്ടപ്പോൾ യോനാക്കി സങ്കടം സഹിക്ക വയ്യാതായി. ഇത്രയും നന്നായിട്ട് ശോഭിച്ചു നിന്ന ഈ ആവണക്കിന് ഒരു സെക്കൻഡ് കൊണ്ട് ഒരു പുഴു നശിപ്പിച്ചില്ലേ? ചില പുഴുക്കളെ ശ്രദ്ധിക്കണം കേട്ടോ, ചില പുഴുക്കളെ സൂക്ഷിക്കണമേ. നശിപ്പിക്കാൻ അതിന് കഴിയും, പോരാടാൻ അതിന് കഴിയും. പക്ഷേ എങ്കിലും മറുഭാഗത്തിൽ പറ, ഞാനൊരു യഹൂദനാണെങ്കിൽ, ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. എട്ടാം വാക്യം, സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമായുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. ദൈവം കൽപ്പിച്ചു വരുത്തി വാറ്റ്കാറ്റ്. അപ്പം പുഴുവിനെ വരുത്തുന്ന ദൈവമാണ്, ആവണക്കനെ വളർത്തുന്നത് ദൈവമാണ്, കാറ്റിനെ വരുത്തുന്നത് ദൈവമാണ്. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു. മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്ന എനിക്ക് നല്ലത് എന്ന് പറഞ്ഞു. ദൈവ യോനയോട്, നീ ആവണക്ക് നിമിത്തം കോപിച്ചത് വിഹിതമോ? ഞാനത് പിന്നെ അത് പറയാം, അവസാനിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം പഠിപ്പിച്ചു. മക്കളെ, ഒരു കയറി വന്ന ഒരാവണക്ക് നശിച്ചപ്പോൾ നിനക്ക് സങ്കടം വന്നല്ലേ? ഞാനതിനെ നശിപ്പിച്ചപ്പോൾ നിനക്ക് ദുഃഖം വന്നല്ലേ? എന്നോട് പണക്കം വന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഇടം കൈയും വലം കൈയും തിരിച്ചറിഞ്ഞു കൂടാപ്പെടാത്ത 1,85,000 അധികം വരപ്പെടുന്ന ഈ വലിയൊരു കൂട്ടത്തെ ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ എനിക്ക് മനസ്സാകുമോ? ഇല്ല. അവർ അനുഭവിച്ചു. ഞാനവരെ നശിപ്പിക്കത്തില്ല, ഞാനവരുടെ കൂടെ ഇരിക്കും, ഞാനവരെ അനുഗ്രഹിക്കും, സഹായിക്കും. അതിനെ യഹോവ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ രാത്രി ഉണ്ടായതും രാത്രിയിൽ നശിച്ചു പോകുകയും ചെയ്ത ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവുന്നു. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനം, 1,20,000 ചില്ലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളും മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നാതിരിക്കുമോ? ദൈവം മഹാദയുള്ള ദൈവമാണ്. ആ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.